ഓം കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നമസ്തേ. ശ്രീമദ് ഭഗവത്ഗീതയിൽ 2-ാം അധ്യായമായ സംഖ്യായോഗത്തിലെ 50-ാമത്തെ ശ്ലോകം വരികൾ സഹിതം തുടരുന്നു. ബുദ്ധിയുക്തോ ജഗാതീഹ ഉഭേ സുഹൃത ദുഷ്കൃതേ തസ്മാൻ യോഗായ യുജ്യസ്വ യോഗകർമ്മസു കൗശലം. നമസ്തേ. 50-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ഈ ലോകത്തിൽ നിരന്തരമായ ഈശ്വര ബുദ്ധിയിൽ അഭയം തേടിയ ആൾ പുണ്യപാപങ്ങൾ രണ്ടും കൈവെടിയുന്നു. അതുകൊണ്ട് ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി യത്നിക്കുക. ഈശ്വര ബുദ്ധി തന്നെ കർമാനുഷ്ഠാനങ്ങളെ സമർത്ഥമായി തീർക്കുന്നതെന്നറിയുക. ഈ ശരീരം കൊണ്ട് ചെയ്യാൻ ബാധ്യസ്ഥമായ കാര്യങ്ങൾ ചെയ്തു തീർക്കുകയും എന്നാൽ പുതിയ കർമ്മവാസനകൾ സഞ്ചയിക്കുമരുത്. ഇതിനെയാണ് സമർത്ഥമായ കർമാനുഷ്ഠാനം എന്ന് പറയുന്നത്. പുതിയ കർമ്മവാസനകൾ സഞ്ചരിക്കുകയും അരുത്. ഇതിനെയാണ് സമർത്ഥമായ കർമാനുഷ്ഠാനം എന്ന് പറയുന്നത്. ജഡശരീരത്തിൻ്റെ ചലനങ്ങളാണ് കർമ്മങ്ങൾ. എന്നാൽ നിത്യമുക്തനായ ആത്മാവിനെ കർമ്മം സ്പർശിക്കുന്നില്ല. യോഗബുദ്ധി പുണ്യപാപങ്ങളെ അകറ്റി മുക്തി നൽകുമെന്നുള്ളത് കൊണ്ട് കർമാനുഷ്ഠാനത്തോടൊപ്പം യോഗബുദ്ധിയെ കൂട്ടിച്ചേർക്കാനാണ് ഭഗവാൻ ആവശ്യപ്പെടുന്നത്. യോഗബുദ്ധി അഭ്യസിച്ചുകൊണ്ടുള്ള കർമാനുഷ്ഠാനമാണ് കർമ്മയോഗം. എന്നാൽ യോഗബുദ്ധിയോടുകൂടി ചേരാത്ത കർമ്മത്തെ കർമ്മഭ്രാന്ത് എന്ന് വിളിക്കാം. കർമാനുഷ്ഠാന വേളയിൽ യോഗബുദ്ധി അഭ്യസിച്ച് പുണ്യപാപങ്ങളെ കൈവെടിഞ്ഞാൽ എന്താണ് പ്രയോജനമെന്നുള്ളതിന് ഭഗവാൻ അടുത്ത മറുപടി പറയുന്നു അടുത്ത ശ്ലോകത്തിൽ. നമസ്തേ. 51-ാമത്തെ ശ്ലോകം വരികൾ സഹിതം തുടരും നാളെ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ